കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായമാണ്. വളരെയധികമായുള്ള കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്ന സഭയാണ് തെസ്സലോനിക്ക സഭ. ആ സഭയോട് കർത്താവിങ്കിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിനു വേണ്ടിയും ഉപദ്രവങ്ങളിലും കഷ്ടതകളിലും ഒന്നും നാം തകർന്നു പോകരുത്, അല്ലെങ്കിൽ ആ ദൈവസഭ തകർന്നു പോകരുത്, തളർന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുവാനുമാണ് താൻ ഈ 2 ലേഖനങ്ങൾ, 1-ാം ലേഖനവും 2-ാം ലേഖനവും എഴുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപദ്രവങ്ങളും കഷ്ടതകളും വന്നപ്പോൾ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള തെറ്റായുള്ള ഉപദേശങ്ങളും അവരിലേക്ക് കടന്നു വരുവാനിടയായി. ഇതിനെയെല്ലാം ഒന്ന് ശരിയായി ക്രമപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് ഈ തെസ്സലോനിക്ക ലേഖനങ്ങൾ 1ഉം 2ഉം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. 1-ാം അധ്യായത്തിൽ 2 തെസ്സലോനിക്കർ അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സകല ഉപദ്രവങ്ങളിലും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്ന ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. തെസ്സലോനിക്ക സഭയെ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തകർന്നു പോവുകയില്ല. കാരണം അതിൻ്റെ 1-ാമത്തെ വാക്യം തന്നെ നമുക്ക് വലിയൊരു പ്രത്യാശ നൽകി തരുന്നതാണ്. ആമേൻ. പൗലോസും സിൽവാനോസും തിമോത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് നാം മറന്നു പോകരുത്. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുവാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭ. നാം അനുഭവിക്കുന്ന കഷ്ടതകളിൽ നാം ഉറപ്പോടെ ഒന്ന് നമ്മുടെ ഹൃദയം ഒന്ന് ഉറയ്ക്കട്ടെ. എനിക്കൊരു പിതാവുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. പിതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബമാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, പിതാവിൻ്റെ കൃപ അനുഭവിക്കുവാൻ, ആ പിതാവിൻ്റെ സംരക്ഷണം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. 2, കർത്താവ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പാണ്, അതിൻ്റെ ഉടമസ്ഥാവകാശമാണ്. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മുടെ കർത്താവിൽ നിക്ഷിപ്തമാണ്. ഇന്ന് നമ്മൾ വിവിധങ്ങളായുള്ള കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അത് സുവിശേഷത്തെ പ്രതിയുള്ള കഷ്ടതകളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ ഒരു കഷ്ടപ്പാടാണ്. സെർമൺ ഓൺ ദ മൗണ്ട്, നമ്മൾ ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കുന്നവർ, എൻ്റെ നിമിത്തം സകലവും നിങ്ങളെ പറ്റി കളവായും എല്ലാ നിങ്ങൾ ഉപദ്രവങ്ങളും ഒക്കെ അനുഭവിക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങൾ ആനന്ദിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു. അതേ പ്രിയമുള്ള ദൈവമക്കളെ, നാം ഈ കഷ്ടതകളും പീഡകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ യേശുവിനെ പറ്റി മറ്റൊരാളോട് അറിയിക്കുവാനുള്ള ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കുറഞ്ഞു പോവുകയല്ല വേണ്ടത്. അത് ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരികണം. ഈ കഷ്ടതയോടും ഉപദ്രവത്തോടും നമ്മൾ നെഗറ്റീവായ രീതിയിൽ നാം എന്ത് ചെയ്യരുത്, പ്രതികരിക്കരുത്. ഈ കഷ്ടതയിലും പ്രയാസത്തിലും കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നാം പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമാണ്. ആ പിതാവിൻ്റെ കുടുംബമാണ് നമ്മൾ. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊസഷനാണ്, അവകാശമാണ് നമ്മൾ. അതുകൊണ്ട് ബലത്തോടെ, ധൈര്യത്തോടെ പോകുക. അവൻ നമ്മിൽ അതിശയ വിഷയമായി തീരും, അവൻ നമ്മിൽ മഹത്വമായി തീരും. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക്, കഷ്ടമനുഭവിക്കുന്നവർക്ക് ഇവിടെ പറയുന്നു, അന്നാളിൽ അവർക്ക് പീഡയുണ്ടാകും. നാം കർത്താവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിക്കും, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അതുകൊണ്ട് ഈ യേശു ക്രിസ്തു നിമിത്തമുള്ള കഷ്ടതകൾ, സുവിശേഷ നിമിത്തമുള്ള കഷ്ടതകളിൽ നാം ഒരിക്കലും പിന്മാറിപ്പോകരുത്, മുന്നോട്ട് പോകുക. 1-ാമത്തെ കാരണം, പിതാവായ ദൈവവും കർത്താവായ യേശു ക്രിസ്തുവിലുമാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ആ ദൈവസഭയായിരിക്കുന്നത് പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമാണ്. 2-ാമത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്തു നിന്ന് ദൈവസഭയോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, ഈ കഷ്ടതകളുടെ നടുവിൽ നമ്മളുടെ വിശ്വാസവും വ്യക്തിപരമായുള്ള നമ്മുടെ സ്നേഹവും നഷ്ടപ്പെട്ടു പോകരുത്. 3-ാമത്തെ വാക്യം കണ്ടോ? സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ. എവിടെയാണ്? സകല ഉപദ്രവങ്ങളും കഷ്ടങ്ങളുമുള്ളൊരു സഭയാണ്.
അവിടെ എന്ത് സംഭവിക്കുന്നില്ല? വിശ്വാസം ചോർന്നു പോകുന്നില്ല. വ്യക്തിപരമായുള്ള ആളാമ്പ്രതിയുള്ള സ്നേഹം എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതുകൊണ്ട് കഷ്ടതയിലും പ്രതിസന്ധിയിലുമായിരിക്കുമ്പോൾ ഉറപ്പിക്കുക, ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കുക, നാം പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ചോർന്നു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ സ്നേഹം നമ്മൾക്ക് പെരുകിയും വരുവാനിടയായി തീരണം. സമൃദ്ധമായി വർധനവുണ്ടാകണമെന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അതാണ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കഷ്ടതകളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ എന്തുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അത് വർദ്ധിച്ചു വരുന്നത്? എന്തുകൊണ്ടാണ് വ്യക്തിപരമായുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകാതെ അത് പെരുകി വരുന്നത്? 1, നാം പിതാവായ ദൈവത്തിൻ്റെ കുടുംബമാണ്. 2, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊസഷനാണ്, അവകാശമാണ്, അവൻ്റെ സമ്പത്താണ് നമ്മൾ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവർ പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തു നമുക്ക് കൃപയും സമാധാനവും നൽകുന്നു. ഈ കൃപയും സമാധാനവുമാണ് നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്, നമ്മൾ അന്യോന്യം സ്നേഹം വർദ്ധിപ്പിക്കുന്നത്, സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വരവിനായുള്ള ആ ആഴമേറിയ ശരിയായുള്ള പ്രത്യാശയിലും നമ്മെ നിർത്തുമാറാക്കുന്നത്. കഷ്ടങ്ങളിൽ തകർന്നു പോകരുത്, പ്രതിസന്ധികൾ തകർന്നു പോകരുത്. നമ്മുടെ സ്നേഹവും നമ്മുടെ വിശ്വാസവും ഓരോ നിമിഷവും വർദ്ധിച്ചു വരട്ടെ. കാരണം നാം പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമാണ്. നമ്മുടെ കർത്താവ് അടുത്ത് വരുന്നു. അനാഥമ മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ.